Good morning, my dear students. Welcome back to our new class. In the last class, we will discuss about Egyptian civilization. Now we can going to discuss more and more about Egyptian civilization. Okay, let's start. Egyptian civilization. I reached Egypt in November 1922. It was a journey in search of the mummy of Tutankhamun, the emperor who lived in the 14th century. It was a new stage of the journey in search of mummies and pyramids. A prolonged search across the northern valley of Egypt, but to no avail. Expectations gave way to disappointment. At last, I decided to start excavation near a huge pyramid. Curiosity gave way to wonder. Steps leading to a large door underground, one after the other. When the third door was opened, I stood dazed. The emperor whom I have been pursuing lay adorned in the eternal sleep. ഇവിടെ നമ്മൾ കാണുന്നത് ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ കണ്ടെത്തിയതിന് കാരണമായിട്ടുള്ള ഒരു അല്ലെങ്കിൽ ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ്റെ കണ്ടെത്തലിലേക്ക് നയിച്ച ഒരു കുറിപ്പാണ് നമ്മളിവിടെ കാണുന്നത് അല്ലേ. നമ്മൾ നേരത്തെ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തു ഇൻഡസ് വാലി സിവിലൈസേഷൻ്റെ റൂയിൻസ് കണ്ടെത്തിയതിലേക്ക് നയിച്ച കാര്യങ്ങൾ അല്ലേ. നമ്മളറിയാം റെയിൽവേയുടെ ഒരു പണി നടന്നിരുന്ന സമയത്ത് ആ സമയത്ത് അല്ലേ സ്റ്റെപ്പ് അല്ലെങ്കിൽ ആ ഒരു സ്റ്റോണ് പതിപ്പിക്കാൻ അവർക്ക് കഴിയാതെ വരികയും അതിൻ്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള ഒരു കൺഫ്യൂഷനിൽ നിന്നാണ് ലോകോത്തരമായിട്ടുള്ള ഒരു സംസ്കാരത്തിൻ്റെ ഉറവിടം അവർക്ക് കണ്ടെത്താൻ സാധിച്ചത് അല്ലേ. അതുപോലെ തന്നെയാണ് ഇവിടെ ഈജിപ്തിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ടാണ് ഇപ്പോൾ ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒട്ടും അറിയാതെയാണ് അതിലേക്ക് ചെന്നെത്തിയത് അല്ലേ. വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അതിലേക്ക് ചെന്നെത്തുകയാണ്. എന്നാൽ ഇവിടെ ഈജിപ്തിൽ ഇങ്ങനെ ഒരു സിവിലൈസേഷൻ ഉണ്ടായിരുന്നു എന്നും മനസ്സിലാക്കിയിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നിരുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് നടത്തിയ ഒരു യാത്രയെക്കുറിച്ച് അല്ലേ ഹുവാർഡ് കാർട്ടർ എന്ന് പറയുന്ന ഒരാൾ അല്ലേ ഹുവാർഡ് കാർട്ടർ എന്ന് പറയുന്ന ഒരാൾ ഒരു ആർക്കിയോളജിസ്റ്റാണ്. അദ്ദേഹത്തിൻ്റെ ഈ കണ്ടുപിടുത്തമാണ് ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ്റെ ആ ഒരു വളരെ മഹത്തരമായിട്ടുള്ള ആ ഈജിപ്ഷ്യൻ സിവിലൈസേഷനെ കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് കണ്ടെത്താൻ സാധിച്ചത്. നമുക്ക് നോക്കാം എന്താണ് അദ്ദേഹം പറയുന്നത്. I reached Egypt in November 1922. 1922 നവംബറിലാണ് ഞാൻ ഈജിപ്തിലെത്തുന്നത്. അപ്പോൾ നമുക്കറിയാം അല്ലേ, നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ ഇൻഡസ് സിവിലൈസേഷനും എല്ലാം കണ്ടംപററി ആയിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഇൻഫോർമേഷൻസ് ലഭിക്കുന്നതും കണ്ടംപററി ആയിട്ട് തന്നെയാണ്. ക്ലിയർ അല്ലേ. ദ സെയിം ഏജ് ഇതേ സമയത്ത് അല്ലേ 1920s തന്നെയാണ് നമുക്ക് എന്തും കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ ഇൻഡസ് സൈറ്റിൽ എക്സ്കവേഷൻസ് ആരംഭിച്ചതും ഈ ഒരു സെയിം കാലഘട്ടത്തിൽ തന്നെയായിരുന്നു. അപ്പോൾ ആ സെയിം കാലഘട്ടത്തിൽ തന്നെയാണ് ഈജിപ്ഷ്യൻ സിവിലൈസേഷനെ കുറിച്ചുള്ള അറിവുകളും നമ്മൾ കണ്ടെത്തുന്നത്. I reached Egypt in November 1922. 1922 നവംബറിലാണ് ഞാൻ ഈജിപ്തിൽ എത്തുന്നത്. It was a journey in search of the mummy of Tutankhamun, the emperor who lived in the 14th century. അല്ലേ തൂത്തൻഖാമൻ്റെ അല്ലേ തൂത്തൻഖാമൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് പരിചിതമായ ഒരു ഫറോവയാണ് അല്ലേ. നമ്മുടെ ഇസ്ലാമിക് ട്രഡീഷൻ അല്ലെങ്കിൽ ഹിസ്റ്ററി ഓഫ് ഇസ്ലാം നമ്മൾ അതിനെ പറയുന്നൊരു പേരാണ് തൂത്തൻഖാമൻ, ഫിർഔൻ, ഫറോവ എന്നൊക്കെ പേരിൽ നമ്മൾ പറയുന്നു അല്ലേ. തൂത്തൻഖാമൻ്റെ മമ്മി അല്ലേ മമ്മി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം മമ്മിഫിക്കേഷൻ അല്ലേ ഡെഡ് ബോഡീനെ ക്രിമേഷൻ ചെയ്യുന്നൊരു രീതിയാണ് മമ്മി എന്ന് പറയുന്നത്. മമ്മിഫിക്കേഷൻ നമ്മൾ പറയും അല്ലേ. അതായത് ദ ബറിയൽ ക്രിമേഷൻ ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു ബറിയൽ സിസ്റ്റത്തിനെയാണ് നമ്മൾ മമ്മിഫിക്കേഷൻ എന്ന് മമ്മി എന്ന് പറയുന്നത്. ഇറ്റ് വാസ് ദ ന്യൂ സ്റ്റേജ് ഓഫ് ദ ജേർണി ഓഫ് ഇൻ സെർച്ച് ഓഫ് ദ മമ്മി ആൻഡ് പിരമിഡ് അല്ലേ. ഈജിപ്തിലെ ആൻഷ്യൻ പീരിയഡിൽ ഫറോവമാർ മരിച്ചു കഴിഞ്ഞാൽ അവരെ നമ്മൾ പിരമിഡിലാണ് അവർ സൂക്ഷിക്കുന്നത്. ഒരു പ്രത്യേക രീതിയിൽ അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും അല്ലേ. ഒരു പ്രത്യേക രീതിയിലാണ് അവരുടെ ഡെഡ് ബോഡി ക്രിമേഷൻ ചെയ്യുന്നത്. അത് അങ്ങനെ ഈ ക്രിമേഷൻ ചെയ്ത ഡെഡ് ബോഡി അടക്കം ചെയ്യുന്നത് പിരമിഡിൻ്റെ ഉള്ളിലാണ്. തൂത്തൻഖാമൻ എന്ന് പറയുന്ന 14th സെഞ്ച്വറിയിൽ ജീവിച്ചിരുന്ന 14th സെഞ്ച്വറി BC കേട്ടോ 14th സെഞ്ച്വറി BC ജീവിച്ചിരുന്ന തൂത്തൻഖാമൻ എന്ന പേരുള്ള ഒരു ഫറോവയുടെ ഡെഡ് ബോഡി അതിനെക്കുറിച്ച് പഠിക്കുവാനാണ് ഇദ്ദേഹം ഇവിടെ എത്തിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ പിരമിഡിനെ കുറിച്ച് പഠിക്കുവാനാണ് ഇവിടെ ഈജിപ്തിൽ ഹോവാർഡ് കാർട്ടർ എന്ന് പറയുന്ന
ഈ എക്സ്കവേഷൻ അല്ലെങ്കിൽ ആ ഒരു ഹിസ്റ്റോറിയൻ ഇവിടെ എത്തിയിട്ടുള്ളത്. അങ്ങനെ അദ്ദേഹം അത് തിരഞ്ഞു നടക്കുകയാണ്. അപ്പം നമുക്കറിയാം ഈജിപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ലാൻഡ് ഓഫ് പിരമിഡ്സ് അല്ലേ, പിരമിഡുകളുടെ നാടാണ്. പല സ്ഥലങ്ങളിലും ഒരുപാട് പിരമിഡുകൾ കാണുന്നുണ്ട്. ഇത് ആരുടെ പിരമിഡാണ് എന്നൊന്നും നമുക്കറിയില്ല, പക്ഷെ നമ്മൾ ഏകദേശം ഒരു ഐഡിയ ഉണ്ട്. ഗിസയിലെ പിരമിഡ് എന്ന് ഏകദേശം ഒരു ഐഡിയ നമുക്കെല്ലാവർക്കും ഉണ്ട് അല്ലേ. ഗിസയിലെ ഗുഫുവിൻ്റെ പിരമിഡാണ് ഏറ്റവും വലുതെന്നൊക്കെ നമുക്കറിയാം. അപ്പം ഗിസയിലുള്ള പിരമിഡ് അല്ലെങ്കിൽ ഒരു പ്രത്യേക സ്ഥലത്തുള്ള പിരമിഡ്, അപ്പോൾ അതിനെ പോയിന്റ് ചെയ്തിട്ടാണ് ആര് ഹൊവാർഡ് കാർട്ടർ നടക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം. ബട്ട് നോ, അപ്പോൾ അദ്ദേഹം ഇങ്ങനെ തെരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. എ പ്രൊലോങ്ഡ് സെർച്ച് അക്രോസ് ദ നോർത്തേൺ വാലി ഓഫ് ദ ഈജിപ്റ്റ് അല്ലേ. ഈജിപ്തിൻ്റെ നോർത്തേൺ വാലിയിൽ അല്ലെങ്കിൽ ഈജിപ്തിൻ്റെ നോർത്തേൺ വാലിയിൽ അദ്ദേഹം ഒരുപാട് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വളരെ തുടർച്ചയായിട്ടുള്ള അല്ലെങ്കിൽ ദീർഘമായ ഒരു അന്വേഷണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. ദീർഘമായ ഒരു അന്വേഷണമാണ് വടക്കൻ ഈജിപ്തിലെ വളരെ ദീർഘമായ ഒരു അന്വേഷണം ആര് നടത്തിക്കൊണ്ടിരിക്കുകയാണ്? കാർട്ടർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതൊന്നും അദ്ദേഹത്തിന് റിസൾട്ട് കിട്ടിയില്ല. ബട്ട് ടു നോ അവൈൽ, പ്രത്യേകിച്ച് വിവരങ്ങളൊന്നും അദ്ദേഹത്തിന് അതിൽ നിന്ന് ലഭിച്ചില്ല. എക്സ്പെക്റ്റേഷൻസ് ഗേവ് വേ ടു ഡിസപ്പോയിൻമെൻറ്റ്. അപ്പോൾ ഞാൻ ഒരുപാട് പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഇവിടേക്ക് വന്നിട്ടുള്ളത്. എന്നാൽ അതെല്ലാം എനിക്ക് വളരെയധികം ഡിസപ്പോയിൻമെൻറ്റ് അല്ലേ, നമുക്ക് മനസ്സിലൊരു പ്രയാസം വന്നു അല്ലേ, നമുക്ക് കിട്ടാതെ വരുന്നൊരവസ്ഥ, നമ്മൾ പ്രതീക്ഷിച്ച കാര്യം നമുക്ക് നടക്കാതെ പോയൊരവസ്ഥ അല്ലേ, ഡിസപ്പോയിൻമെൻറ്റ്, നിരാശ ഉണ്ടായി അല്ലേ. എൻ്റെ പ്രതീക്ഷയെല്ലാം നിരാശയായി മാറി. At last, I decided to start excavations near a huge pyramid. അപ്പോൾ എങ്കിലും ഞാൻ എൻ്റെ പ്രതീക്ഷകൾ കൈവെടിഞ്ഞില്ല. ഒരു വലിയ പിരമിഡിൻ്റെ അടുത്ത് തന്നെ ഞാൻ എക്സ്കവേഷൻസ് ആരംഭിച്ചു അല്ലേ. അതെല്ലാം അദ്ദേഹം അവിടെ ഇങ്ങനെ കുഴിച്ചു നോക്കാൻ ആരംഭിച്ചു. നമ്മൾ എക്സ്കവേഷൻ നടക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുഴിച്ചു നോക്കുക അവിടെ അല്ലേ, അവിടുന്ന് എന്തെങ്കിലും റൂയിൻസ് കിട്ടുമോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി അദ്ദേഹം അവിടെ എക്സ്കവേഷൻസ് ആരംഭിച്ചു. ക്യൂരിയോസിറ്റി ഗേവ് വേ ടു വണ്ടർ. ആകാംക്ഷ അത്ഭുതത്തിലേക്ക് നയിച്ചു എന്നാണ് പറയുന്നത്. എനിക്കൊരു ആകാംക്ഷ ഉണ്ടായിരുന്നു, ഏറ്റവും വലിയൊരു പിരമിഡ് ഞാൻ കണ്ടുപിടിച്ചു, അതിൻ്റെ അടുത്ത് ഞാൻ എന്ത് ചെയ്തു, കുഴിച്ചു നോക്കാൻ തുടങ്ങി, എക്സ്കവേഷൻ നടത്താൻ തുടങ്ങി. എൻ്റെ ഒരു ആകാംക്ഷ അത്ഭുതത്തിലേക്കാണ് എന്നെ നയിച്ചത്. സ്റ്റെപ്സ് ലീഡിങ് ടു എ ലാർജ് ഡോർ അണ്ടർഗ്രൗണ്ട്, വൺ ആഫ്റ്റർ ദ അതർ അല്ലേ. സ്റ്റെപ്പ് ലീഡിങ് ടു എ ലാർജ് ഡോർ അണ്ടർഗ്രൗണ്ട്, അതായത് ഭൂമിയുടെ അടിയിലേക്ക് ഇറങ്ങി ചെല്ലുന്ന ധാരാളം സ്റ്റെപ്പുകൾ. ഇപ്പം നമ്മൾ വീടിൻ്റെ അപ്സ്റ്റെയറിൽ നമ്മൾ താഴേക്ക് ഇറങ്ങി ചെല്ലില്ലേ, നമ്മൾ സ്റ്റെയർ കേസ് താഴേക്ക് ഇറങ്ങി ചെല്ലുക, അതുപോലെ നമ്മുടെ ഈ ഫ്ലാറ്റൻ ആയിട്ടുള്ള ഭൂമിയുടെ ആ ഒരു ഫ്ലാറ്റൻ ഭാഗത്ത് നിന്ന് ഉള്ളിലേക്ക് താഴേക്ക് ഇങ്ങനെ സ്റ്റെപ്പുകൾ വരുന്നു. അപ്പോൾ ഒരു 100 സ്റ്റെപ്പുകൾ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരു ഡോറാണ്, വീണ്ടും താഴേക്ക് ചെന്നാൽ വീണ്ടും ഡോറ്, അങ്ങനെ ഒരു 3 സ്റ്റെപ്സ് കഴിഞ്ഞു അല്ലേ. ഏകദേശം ഒരുപാട് സ്റ്റെപ്പുകൾ കഴിഞ്ഞു. When the third door was opened, മൂന്നാമത്തെ ഡോർ ഞാൻ തുറന്നു. അതായത് ഫ്ലാറ്റൻ എർത്തിൽ നിന്ന് അവർ താഴേക്ക് സ്റ്റെപ്പ് വഴി ഇറങ്ങിപ്പോകുന്നു. കുറേ സ്റ്റെപ്പ് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു ഡോർ അവിടെ കാണുന്നു. ആ ഡോറ് തുറന്ന് വീണ്ടും താഴേക്ക് പോയി. അങ്ങനെ 3 തവണ അദ്ദേഹം 3 അട്ടി സ്റ്റെപ്പുകൾ കഴിഞ്ഞ് അദ്ദേഹം താഴെ എത്തി. ആ മൂന്നാമത്തെ ഡോറ് ഞാൻ ഓപ്പൺ ചെയ്തപ്പോൾ എൻ്റെ കണ്ണ് തള്ളിപ്പോയി എന്നാണ് പറയുന്നത് അല്ലേ. വെൻ ദ തേർഡ് ഡോർ വാസ് ഓപ്പൺഡ് ഐ സ്റ്റൂഡ് ഡാസ്ഡ്. ഞാൻ ആകാംക്ഷ വരുന്നില്ല, ഞാൻ ആകെ ഞെട്ടിത്തെരിച്ചു പോയി അല്ലേ. അദ്ദേഹം ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു വലിയ സംഭവമാണ് അദ്ദേഹത്തിന് അവിടെ കാണാൻ സാധിച്ചത്. ദ എംപറർ ഹും ഐ ഹാവ് ബീൻ പർസ്യൂയിങ്. ആരെയാണോ ഞാൻ തിരഞ്ഞു നടന്നിരുന്നത്, ഏത് ചക്രവർത്തിയെയാണോ ഞാൻ തിരഞ്ഞു നടന്നിരുന്നത്, ലേ അഡോൺഡ് ഇൻ എറ്റേണൽ സ്ലീപ്പ്. അദ്ദേഹം അവിടെ ശാന്തതയോടുകൂടി അഗാധമായിട്ടുള്ള എന്നേക്കുമായിട്ടുള്ള ആ നിദ്രയിലായിരുന്നു അല്ലേ. എറ്റേണൽ സ്ലീപ്പ്, ഒരിക്കലും അവസാനിക്കാത്ത ഉറക്കം അല്ലേ. ഞാൻ ആരെയാണോ ഞാൻ തിരഞ്ഞു നടന്നിരുന്നത്, അദ്ദേഹം അത് ശാന്തമായിട്ട് ഒരിക്കലും അവസാനിക്കാത്ത ആ അഗാധമായ നിദ്രയിൽ അദ്ദേഹം അവിടെ നിലകൊള്ളുന്നുണ്ടായിരുന്നു അല്ലേ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഹൊവാർഡ് കാർട്ടർ തൂത്തൻഖാമൻ്റെ മമ്മി കണ്ടെത്തിയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മളിവിടെ വിവരിച്ചത് അല്ലേ. അപ്പം നിങ്ങൾ മമ്മി എന്ന് പറയുന്ന ഒരു ഫിലിം തന്നെയുണ്ട് അല്ലേ, അത് കണ്ടിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ഏകദേശ ധാരണ ഉണ്ടായിരിക്കും അല്ലേ. ഇതുപോലെ ഒരു ഇത് ആണ് എന്നല്ല ഞാൻ പറയുന്നത്, ഇതുപോലെ ഒരു പിരമിഡിൻ്റെ ഉള്ളിലെ കാഴ്ചയാണ് മമ്മി എന്ന് പറയുന്ന ആ ഒരു ഫിലിമിൽ, മമ്മി റിട്ടേൺസ് എന്ന് പറയുന്ന ആ ഒരു ഫിലിമിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത് കണ്ടിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ആ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു കാഴ്ച ഒരു പക്ഷേ നിങ്ങൾക്ക് മനസ്സിലായേക്കാം. പറ്റുകയാണെങ്കിൽ ആ ഫിലിം ഒന്ന് കാണുക, നിങ്ങൾക്ക് ഒരു ഡിഫറെൻ്റ് ആയിരിക്കും, ഒരു ചേഞ്ച് ആയിരിക്കും, കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് അതിൽ മനസ്സിലാക്കാൻ സാധിക്കും. Haven't you read the diary of Howard Carter, the archaeologist? Have you heard of Tutankhamun mentioned in the diary?
He was a king of ancient Egypt. Back then, the king of Egypt were known as Pharaoh. The practice of preserving the body of the dead prevailed in Egypt. A corpse preserved thus is called a mummy. Pyramids were the tomb where the mummies were preserved. They remain as evidence for the excessive use of labor and wealth. അപ്പോൾ നമ്മളിവിടെ ഹോവാർഡ് കാർട്ടർ എന്ന് പറയുന്ന ഒരു ഹിസ്റ്റോറിയൻ അല്ലേ, അല്ലെങ്കിൽ ഒരു ആർക്കിയോളജിസ്റ്റ് അല്ലേ, പുരാവസ്തു ശാസ്ത്രജ്ഞൻ അല്ലെങ്കിൽ പുരാവസ്തു ഗവേഷകൻ ആണ് എക്സ്കവേഷനിസ്റ്റ് അല്ലേ. അതായത് ഓൾഡസ്റ്റ് റിമെയിൻസിനെ കുറിച്ച് സ്റ്റഡി ചെയ്യുന്ന ആൾ, ദ സ്റ്റഡി ഓഫ് ഓൾഡസ്റ്റ് റിമെയിൻസ് അല്ലേ. പഴയ കാലത്ത് അല്ലെങ്കിൽ പുരാവസ്തുക്കളെ കുറിച്ച് ഗവേഷണം നടത്തുക, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പഠനം നടത്തുക ചെയ്യുന്ന ആളുകളെയാണ് നമ്മൾ എന്ന് പറയുന്നത് എക്സ്കവേഷനിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഹോവാർഡ് കാർട്ടർ അല്ലേ, ഹോവാർഡ് കാർട്ടർ ഈജിപ്ഷ്യൻ സിവിലൈസേഷനെ കുറിച്ച് ഒരുപാട് പഠനങ്ങൾ നടത്തിയ ആളാണ് ഹോവാർഡ് കാർട്ടർ. ഇദ്ദേഹം തൂത്തൻഖാമൻ അല്ലേ, നമ്മള് തൂത്തൻഖാമൻ ഫറോവ ഫിർഔൻ എന്നൊക്കെ പറയുന്ന ആ ഒരു സെയിം കൺസെപ്റ്റ് തന്നെയാണ് കേട്ടോ ഫറോവ. തൂത്തൻഖാമൻ എന്ന് പറയുന്ന ആൻഷ്യൻ്റ് ഈജിപ്തിൽ 14th century BC-യിൽ ഈജിപ്റ്റ് ഭരിച്ചിരുന്ന തൂത്തൻഖാമൻ എന്ന് പറയുന്ന ഫറോവയുടെ മമ്മി അല്ലേ, അതായത് പിരമിഡ്, ടോംബ്, ശവകുടീരം അല്ലേ, ഇത് കണ്ടെത്തുകയും അതിനുള്ളിൽ അദ്ദേഹം കണ്ട കാഴ്ചകളെ കുറിച്ചാണ് നമ്മളോട് വിവരിച്ചിരുന്നത്. അപ്പോൾ ആൻഷ്യൻ്റ് ഈജിപ്തിലെ റൂളേഴ്സിനെ നമ്മൾ പറയുന്ന പേരാണ് ഫറോവ. ആൻഷ്യൻ്റ് ഈജിപ്തിലെ റൂളേഴ്സിനെ പറയുന്ന പേരാണ് ഫറോവ. The king of Egypt were known as Pharaoh. The practice of preserving the body of the dead prevailed in Egypt. This system is known as mummification. The practice of preserving the dead body of a king. The practice of preserving dead body of the king. Practice of preserving dead body, അതായത് മരിച്ചു കഴിഞ്ഞ രാജാവിന്റെ ശവശരീരം സൂക്ഷിച്ചു വെക്കുക. Preserving dead body. Practice of preserving the dead body of the king. അല്ലേ, this practice is known as mummification or mummy അല്ലേ. The tomb of Pharaoh is known as pyramid. Pyramid എന്താണ്? Tomb of Pharaoh. ശവകുടീരങ്ങൾ അല്ലേ, ടോംബ് ശവകുടീരങ്ങൾ. Tomb of Pharaoh, അതായത് ഫറോവമാരുടെ ശവകുടീരങ്ങളെയാണ് നമ്മൾ പിരമിഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മമ്മി സൂക്ഷിച്ചു വെക്കുന്ന ആ ഒരു എന്താ പറയുക, ആ ഒരു കെട്ടിടം അല്ലെങ്കിൽ ആ ഒരു സ്ഥലം എന്നൊക്കെ നമുക്ക് പറയാൻ സാധിക്കും. ഇതാണ് നമ്മൾ പിരമിഡ് എന്ന് പറയുന്നത്. പിരമിഡ് നിങ്ങൾ കണ്ടിട്ടില്ലേ ഈ ഒരു ആകൃതിയിലല്ലേ പിരമിഡ്. അപ്പോൾ ഈ പിരമിഡ് വളരെ ഹ്യൂജ്, വളരെ ജൈജാൻറ്റിക് സൈസിലല്ലേ, വിമാകാരമായിട്ടുള്ളൊരു വലിയൊരു രൂപമാണ് അല്ലേ പിരമിഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈച്ച് പിരമിഡ് എന്താണ്, ഓരോ പിരമിഡും ഓരോ ഫറോവമാരുടെ ശവകുടീരങ്ങളാണ്. അപ്പോൾ നമുക്ക് ഈജിപ്തിൽ ചെന്ന് കഴിഞ്ഞാൽ ഈജിപ്തിൽ തന്നെ അറിയപ്പെടുന്നതിന് എന്താണ്, ദ ലാൻഡ് ഓഫ് പിരമിഡ്സ് എന്നാണ്, പിരമിഡുകളുടെ നാട് എന്നാണ് ഈജിപ്തിനെ അറിയപ്പെടുന്നത്. അപ്പോൾ നമ്പർ ഓഫ് അല്ലേ, ലാർജസ്റ്റ് നമ്പർ ഓഫ് പിരമിഡ്സ് വി ക്യാൻ സീ ഇൻ ദ ഈജിപ്റ്റ്. ഈജിപ്തിൽ നമുക്ക് ഒരുപാട് എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയാത്തത്രയും പിരമിഡുകളെ നമുക്ക് അവിടെ കാണാൻ സാധിക്കും അല്ലേ. പിരമിഡ് എന്ന് പറയുന്നത് എന്താണ്, ടോംബ് ഓഫ് ഫറോവ. മമ്മി എന്ന് പറയുന്നത് എന്താണ്, പ്രിസർവേഷൻ ഓഫ് ദ ഡെഡ് ബോഡി ഓഫ് ദ കിങ്. പ്രിസർവേഷൻ ഓഫ് ഡെഡ് ബോഡി ഓഫ് കിങ്, മരിച്ച രാജാക്കന്മാരുടെ ശവശരീരങ്ങൾ സൂക്ഷിച്ചു വെക്കുക. എന്താണ് അവരുടെ ഒരു ബിലീഫ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു കാലത്ത് മരിച്ചവർക്ക് ജീവൻ തിരിച്ചു കൊടുക്കാൻ സാധിക്കുമെങ്കിൽ ആ സമയത്ത് ഇവർക്ക് ജീവൻ തിരിച്ചു കിട്ടണം എന്നുള്ള ഒരു വിശ്വാസത്തിൽ ഡെഡ് ബോഡി കേടുവരാത്ത തരത്തിൽ എന്തൊക്കെയോ ചില പ്രത്യേകതരം മെഡിസിൻസ് ഒക്കെ ഉപയോഗിച്ചിട്ട് സൂക്ഷിച്ചു വെക്കുന്ന ഒരു രീതി ഈജിപ്തിലുണ്ടായിരുന്നു അല്ലേ. പ്രിസർവിങ് ദ ഡെഡ് ബോഡി ഓഫ് ദ കിങ്, രാജാക്കന്മാരുടെ ശവശരീരങ്ങൾ സൂക്ഷിച്ചു വെക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. ഇതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് മമ്മി എന്ന് പറയുന്നത്. അങ്ങനെ ഈ മമ്മി അല്ലെങ്കിൽ ഈ ഡെഡ് ബോഡീനെ അവർ ക്രിമേഷൻ ചെയ്യുന്ന ആ ഒരു പ്ലേസ് അല്ലേ, ദ ബറിയൽ പ്ലേസ് ഓർ ദ ക്രിമേഷൻ പ്ലേസ് ഓഫ് ദ മമ്മി ഈസ് പിരമിഡ് അല്ലേ. ഈ പിരമിഡിനകത്താണ് ഇവരെന്ത് ചെയ്യുന്നത്, രാജാക്കന്മാരുടെ ശവശരീരങ്ങൾ സൂക്ഷിച്ചു വെക്കുന്നത് ചില പ്രത്യേകതരം മരുന്നൊക്കെ ഉപയോഗിച്ചിട്ട് അല്ലേ. അത് വളരെയധികം ഭയങ്കര പൊളിലൊക്കെ സൃഷ്ടിച്ചൊരു കാര്യമായിരുന്നു. ഇന്നും ഇത് ഒരു മ്യൂസിയത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട്. തൂത്തൻഖാമൻ്റെ ഡെഡ് ബോഡി ഇപ്പോഴും സൂക്ഷിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സംഭവം ആരാണ് കണ്ടെത്തിയത്, ഹോവാർഡ് കാർട്ടർ എന്ന് പറയുന്നൊരു വ്യക്തിയാണിത് കണ്ടെത്തിയത് 1922. അപ്പോൾ പിരമിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ടോംബ് ഓഫ് ദ ഫറോവ.
A corpse preserved is called a mummy. Pyramid were the tomb where the mummies were preserved. The remains as evidence for the excessive use of labor and wealth. അപ്പോൾ ഈജിപ്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരമ്പര്യമായിട്ട് രാജാവകാശം തുടർന്നു കൊണ്ടുപോകുന്ന ഒരു രാജ്യമായിരുന്നു. അപ്പോൾ ഏതെങ്കിലും ഒരു ഈച്ച് ഫറോവോ കെയിം ടു ദ ത്രോൺ ദേ വിൽ സ്റ്റാർട്ട് ദ വർക്ക് ഓഫ് ദെയർ പിരമിഡ്. ഒരു രാജാവ് അല്ലെങ്കിൽ ഒരു ഫറോവ അധികാരത്തിൽ ഏറിക്കഴിഞ്ഞാൽ ആദ്യം തന്നെ അവർ ചെയ്യുന്നത് എന്തായിരുന്നു? അവരുടെ പിരമിഡിൻ്റെ വർക്ക് തുടങ്ങുകയായിരുന്നു അല്ലേ. ഈച്ച് ഫറോവ കെയിം ഇൻ ടു ദ ത്രോൺ ദേ വിൽ സ്റ്റാർട്ട് ദ വർക്ക് ഓഫ് ദെയർ പിരമിഡ്. ഒരു ഫറോവ ഭരണത്തിലേറിക്കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നത് അവരുടെ പിരമിഡിൻ്റെ വർക്ക് തുടങ്ങുക എന്നുള്ളതായിരുന്നു. അപ്പോൾ ഈ പിരമിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി ഹ്യൂജ് ആൻഡ് ജൈജാൻറ്റിക് ഇൻ സൈസ് അല്ലേ. അത്രയധികം ലേബർ ആൻഡ് വെൽത്ത്, ഒരുപാട് പൈസയ്ക്ക് ചിലവുള്ളൊരു സംഭവമായിരുന്നു ഇത്. മാത്രമല്ല ധാരാളം ആളുകളുടെ ജോലിയും ഇതിന് ആവശ്യമായിരുന്നു അല്ലേ. ഏകദേശം 20 വർഷത്തോളമൊക്കെ പണിയെടുത്തിട്ടാണ് ഓരോ പിരമിഡിൻ്റെയും വർക്കുകൾ തീർത്തിരുന്നത് എന്ന് പറയപ്പെടുന്നു. Here we can see the picture of some pyramids. Okay, and the largest pyramid in the world is the pyramid in Giza. The pyramid of Khufu. Khufuinte pyramid, ഗിസയിലെ ഖുഫുവിൻ്റെ പിരമിഡാണ് ലാർജസ്റ്റ് പിരമിഡ് എന്ന് പറയപ്പെടുന്നു. What are the other features of the Egyptian civilization that existed in the Bronze Age? ഇപ്പം നമ്മൾ വളരെ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ് ഇപ്പം നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇനി എന്തൊക്കെയായിരുന്നു ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ്റെ ഓരോ ഫീച്ചേഴ്സ് എന്ന് നമുക്കൊന്ന് നോക്കാം. This civilization is flourished in the valley of River Nile. Agriculture was the backbone of the civilization. Egyptians also engaged in weaving and the production of glassware. Okay, we already discussed about that. Egyptian civilization flourished in the valley of River Nile, and likewise other civilizations, agriculture is also the main occupation of those people. Okay, നമ്മൾ നേരത്തെ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തൊരു കാര്യമായിരുന്നു. ഈ ബ്രോൺസ് ഏജ് സിവിലൈസേഷൻസിലെ എല്ലാ സിവിലൈസേഷനും എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലും അവിടെയെല്ലാം കൃഷിയാണ് അവരുടെ പ്രധാനപ്പെട്ട തൊഴിൽ എന്ന് പറയുന്നത് അല്ലേ. ലൈക്ക്വൈസ് അതർ സിവിലൈസേഷൻ ഓൾസോ കൃഷിയായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട ഒക്യുപ്പേഷൻ. അഗ്രികൾച്ചർ ഈസ് ദ മെയിൻ ഒക്യുപ്പേഷൻ. അഗ്രികൾച്ചർ ഈസ് ദ മെയിൻ ഒക്യുപ്പേഷൻ. അവരുടെ പ്രധാനപ്പെട്ട തൊഴിൽ എന്തായിരുന്നു? അഗ്രികൾച്ചർ. It flourished in the river valley of Nile. We also discussed about that. Egyptian civilization is flourished on the valley of river Nile, and agriculture was the major occupation of that period. And Egyptians also engaged in weaving and production of glassware. Likewise, Indus people also, they also engaged in weaving, നെയ്ത്ത്. അതുപോലെ തന്നെ പ്രൊഡക്ഷൻ ഓഫ് ഗ്ലാസ്വെയർ അല്ലെ, സ്ഫടിക നിർമ്മാണം അല്ലേ, അല്ലെങ്കിൽ ഗ്ലാസ് കൊണ്ടുള്ള വസ്തുക്കൾ നിർമ്മിക്കുക അല്ലേ. ആൻഡ് പ്രൊഡക്ഷൻ ഓഫ് ഗ്ലാസ് വെയർ ആൻഡ് വീവിങ്. സോ ദ മേജർ ഓക്യുപ്പേഷൻ ഓഫ് ദ പീപ്പിൾ ഓഫ് ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ വാസ് അഗ്രികൾച്ചർ, വീവിങ് ആൻഡ് ഗ്ലാസ് പ്രൊഡക്ഷൻ ഓർ പ്രൊഡക്ഷൻ ഓഫ് ഗ്ലാസ് വെയർ അല്ലേ. സ്ഫടിക നിർമ്മാണം അല്ലെങ്കിൽ സ്ഫടികം കൊണ്ടുള്ള പലതരത്തിലുള്ള ഐറ്റംസ് നിർമ്മിക്കുക അല്ലേ. ഗ്ലാസ് വെയർ, പ്രൊഡക്ഷൻ ഓഫ് ഗ്ലാസ് വെയർ. The major occupation of the people of Egyptian civilization was agriculture, weaving and production of glassware. They formed an art of writing. It is known as hieroglyphics, which means sacred writing. They used the leaves of the plant called papyrus for writing. It is very important from the examination point of view. Hieroglyphics. സോ നമ്മൾ ഇൻഡസ് സിവിലൈസേഷൻ ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ പഠിച്ചു ഇൻഡസിനും ഇതുപോലെ ഒരു സ്ക്രിപ്റ്റ് ഉണ്ടായിരുന്നു അല്ലേ, ബോസ്ട്രോഫിഡൻ. നമ്മൾ പേര് പഠിക്കാൻ ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ. എന്നാൽ നിങ്ങൾ ഇത് പേര് നിങ്ങൾ മസ്റ്റായിട്ടും പഠിച്ചിരിക്കണം. ഹൈറോഗ്ലിഫിക്സ്, ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഹൈറോഗ്ലിഫിക്സ്. The art of writing of Egyptian is known as hieroglyphics, or the script of Egyptian is known as hieroglyphics. ഈജിപ്ഷ്യൻസ് ഉപയോഗിച്ചിരുന്ന എഴുത്തുവിദ്യ അല്ലേ, ഈജിപ്ഷ്യൻസിന്റെ ആർട്ട് ഓഫ് റൈറ്റിംഗ്, ഈജിപ്ഷ്യന്റെ ആർട്ട് ഓഫ് റൈറ്റിംഗ്, ഇവരുടെ എഴുത്തുവിദ്യയാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? ഹൈറോഗ്ലിഫിക്സ്, which mean sacred writing. Sacred writing, വിശുദ്ധ എഴുത്ത് എന്നൊക്കെ പറയാം. സാക്രഡ് റൈറ്റിംഗ്. ഈജിപ്ഷ്യൻസിന്റെ ആർട്ട് ഓഫ് റൈറ്റിംഗ് ആണ്
hieroglyphics. The art of writing of Egyptians is hieroglyphics, which means sacred writing. വിശുദ്ധമായ എഴുത്ത് എന്നാണ് ഈ ഹൈറോഗ്ലിഫിക്സ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എങ്ങനെയാണ് അവർ എഴുതുക, അല്ലെങ്കിൽ അവരുടെ ഒരു ആർട്ട് ഓഫ് റൈറ്റിംഗ് എങ്ങനെയായിരുന്നു? They used the leaves of plant called papyrus. പാപ്പിറസ് എന്ന് പറയുന്ന ഒരു ചെടിയുടെ ഇലകളിലാണ് അവർ എഴുതിയിരുന്നത്. പാപ്പിറസ് എന്ന് പറയുന്ന ഒരു ചെടിയുടെ ഇലകളിൽ. The leaves of the plant called papyrus. The leaves of the plant called papyrus. പാപ്പിറസ് ചെടിയുടെ ഇലകളിലാണ് അവർ എഴുതിയിരുന്നത്. The art of writing of Egyptian is hieroglyphics, which means sacred writing. They used the leaves of papyrus plant for writing. അതിന് നമുക്ക് ഹൈറോഗ്ലിഫിക്സിനെ കുറിച്ച് കുറച്ചും കൂടെ വിശദമായിട്ടൊന്ന് നോക്കാം. The hieroglyphics script was deciphered by Champollion, a French scholar. He had accompanied the French ruler Napoleon Bonaparte when the latter conquered Egypt in 1978. The script was engraved as a stone Rosetta near mouth of the river Nile. The script could only be deciphered after much patient labor. നോക്കാം. ആദ്യമായിട്ട് ഈ ഹൈറോഗ്ലിഫിക്സിനെ കുറിച്ച് അല്ലെങ്കിൽ ഹൈറോഗ്ലിഫിക്സ് ലിപി ഡെസിഫർ ചെയ്തത്, വായിച്ചെടുത്തത് ചാമ്പലിയൻ എന്ന് പറയുന്ന ഒരു ഫ്രഞ്ച് സ്കോളർ ആയിരുന്നു അല്ലേ. ചാമ്പലിയൻ എന്ന പേരുള്ള ഒരു ഫ്രഞ്ച് സ്കോളറാണ് ആദ്യമായിട്ട് ഹൈറോഗ്ലിഫിക്സ് വായിച്ചെടുത്തത്. ചാമ്പലിയൻ. ചിലപ്പോൾ വൺ വേർഡ് ഒക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ആ പേര് മസ്റ്റായിട്ടും പഠിച്ചിരിക്കണം. ചാമ്പലിയൻ എന്ന പേരുള്ള ഒരു ഫ്രഞ്ച് സ്കോളറാണ് ആദ്യമായിട്ട് ഹൈറോഗ്ലിഫിക്സ് ലിപി ഡെസിഫർ ചെയ്തത്, വായിച്ചത്. ദ സ്ക്രിപ്റ്റ് ഹൈറോഗ്ലിഫിക് ഡെസിഫേർഡ് ബൈ ചാമ്പലിയൻ. ചാമ്പലിയൻ എന്ന് പറയുന്ന ഒരു ഫ്രഞ്ച് സ്കോളറാണ് ആദ്യമായിട്ട് ഹൈറോഗ്ലിഫിക്സ് ലിപി ഡെസിഫർ ചെയ്തത്, വായിച്ചത്. അദ്ദേഹം എങ്ങനെയാണ് ഈജിപ്തിലെത്തിയത്? നെപ്പോളിയൻ അല്ലേ, ചരിത്രത്തിലെ നമ്മൾ വേൾഡ് ഹിസ്റ്ററി പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റൂളർ ഓഫ് ദ ടൈം വാസ് നെപ്പോളിയൻ ബോണോപാർട്ട് അല്ലേ. നെപ്പോളിയൻ ബോണോപാർട്ട് അദ്ദേഹത്തിൻ്റെ ഈജിപ്ഷ്യൻ ഇൻവേഷൻ്റെ സമയത്ത് അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളാണ് ആര്? ചാമ്പലിയൻ. നമുക്കറിയാം ഫ്രഞ്ച് റവല്യൂഷൻ അല്ലേ, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ ഉയർന്ന ക്ലാസ്സിലൊക്കെ വ്യക്തമായിട്ട് പഠിക്കും. ഫ്രഞ്ച് റവല്യൂഷന് ശേഷം എന്ത് സംഭവിച്ചു? ഇദ്ദേഹം ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ സഞ്ചരിക്കുകയും വളരെയധികം ഫേമസ് ആയിട്ടുള്ള ഒരു റൂളറായി മാറുകയും ഈ സമയത്ത് ഈ നെപ്പോളിയൻ ബോണോപാർട്ട് എവിടെയും സന്ദർശിച്ചു? ഈജിപ്റ്റ് സന്ദർശിച്ചു. അങ്ങനെ ഈജിപ്റ്റ് സന്ദർശിച്ച സമയത്ത് അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളാണ് ചാമ്പലിയൻ. അങ്ങനെ ഇവർ റോസെറ്റ എന്ന് പറയുന്ന ഒരു സ്റ്റോൺ കണ്ടെത്തി അല്ലേ. അതായത് എവിടെ നിന്നാണ് അവർക്കത് ലഭിച്ചത്? The French ruler Napoleon, when the latter conquered Egypt in 1798, the script was engraved as stone Rosetta near the mouth of the river Nile. അതായത് നൈൽ നദിയുടെ ഉത്ഭവസ്ഥാനത്ത് നിന്ന് ഇവർക്കൊരു കല്ല് കിട്ടി. നൈൽ നദിയുടെ ഉത്ഭവസ്ഥാനത്ത് നിന്ന് ഇവർക്കൊരു കല്ല് കിട്ടി. അതിന് അവർ റോസെറ്റ എന്ന് പേര് നൽകി. ആ റോസെറ്റ കല്ലിൻ്റെ മുകളിൽ, ആ റോസെറ്റ സ്റ്റോണിൻ്റെ മുകളിൽ ജസ്റ്റ് ഇങ്ങനെ വരച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഒരു പാപ്പിറസ് പ്ലാന്റ് ആണ് എഴുതാൻ ഉപയോഗിച്ചിരുന്നൊക്കെ നമ്മൾ പറഞ്ഞു. പാപ്പിറസ് പ്ലാന്റ് ആണ് എഴുതാൻ ഉപയോഗിച്ചെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇവരുടെ ഈ ഒരു ലിപി റോസെറ്റ എന്ന് പറയുന്ന ഒരു സ്റ്റോണിൻ്റെ മുകളിൽ ഇങ്ങനെ കൂറിട്ടിരിക്കുന്നതായിട്ട് ഇവർ കണ്ടു അല്ലേ. ദ സ്ക്രിപ്റ്റ് വാസ് എൻഗ്രേവ്ഡ് ആസ് സ്റ്റോൺ റോസെറ്റ നിയർ ദ മൗത്ത് ഓഫ് ദ റിവർ നൈൽ. നൈൽ നദിയുടെ ഉത്ഭവ സ്ഥാനത്ത് നിന്ന് ഇവർക്ക് എന്ത് കിട്ടി? ഒരു കല്ല് കിട്ടി അല്ലേ. ആ കല്ലിൻ്റെ മുകളിൽ ജസ്റ്റ് അവരതിന് റോസെറ്റ എന്ന് പേരൊക്കെ കൊടുത്തു. അപ്പോൾ നൈൽ നദിയുടെ ഉത്ഭവ സ്ഥാനത്ത് നിന്ന് ഇവർക്കൊരു കല്ല് കിട്ടുകയും അതിൻ്റെ മുകളിൽ എന്ത് ഉണ്ടായിരുന്നു? ഈ ഇവരുടെ റൈറ്റിങ്സ് അവരിങ്ങനെ കൂറിയിട്ടുണ്ടായിരുന്നു, രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. The script only be deciphered after much patient labor അല്ലേ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ശ്രമങ്ങൾക്കൊടുവിൽ അല്ലേ, ഒരുപാട് ശ്രമിച്ചതിന് ശേഷമാണ് ഇവർക്കത് വായിക്കാൻ സാധിച്ചത്. അങ്ങനെ അവരത് ഡെസിഫർ ചെയ്തു, അവരത് വായിച്ചെടുത്തു. ഒരുപാട് ശ്രമങ്ങൾക്കൊടുവിലാണ് ഇവർക്കത് വായിച്ചെടുക്കാൻ സാധിച്ചത്. Egyptians also attained amazing advancement in the field of science. They formulated a
solar calendar. As per this calendar, a year had 365 days. A year was divided into 12 months of 30 days each. The remaining 5 days were set aside for the celebrations. Their advancement in the field of mathematics is also significant. They could calculate the area of triangle and rectangles. To determine time, they made sundial, a clock that tells time by the shadow cast by the sun, and water clock that work on water current. So the contributions of Egypt to the world history is very important. ലോകത്തിന് ഈജിപ്തുകാരുടെ സംഭാവന അല്ലെ വളരെ ഫേമസ് ആണ്, അല്ലെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാ എക്സാമുകൾക്കും ചോദിക്കാറുള്ളതാണ്. ലോകത്തിന് ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ ലോകത്തിന് നൽകിയ സംഭാവനകൾ എന്തൊക്കെയാണെന്ന് അല്ലേ നമുക്ക് നോക്കാം. വൺ ബൈ വൺ നമുക്ക് നോക്കാം. ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓൾ ഓഫ് യു കെയർഫുള്ളി ലിസൺ ഹിയർ. Egyptian was at an amazing achievement in the field of science. They formulated solar calendar. Solar calendar. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇവരുടെ സോളാർ കലണ്ടർ അല്ലേ, അല്ലെങ്കിൽ സൂര്യനെ അനുസൃതമായിട്ടുള്ള ഒരു കലണ്ടർ നിർമ്മിച്ചത് ഇവരായിരുന്നു അല്ലേ, സോളാർ കലണ്ടർ. ആസ് പെർ ദിസ് കലണ്ടർ എ ഇയർ ഹാഡ് 365 ഡേയ്സ്, അല്ലെങ്കിൽ ഈജിപ്ഷ്യൻസിന്റെ കാൽക്കുലേഷൻ അനുസരിച്ച് ഒരു ഇയറിൽ എത്ര വർഷം ഉണ്ടായിരുന്നു? 365 ഡേയ്സ്, 365 ദിവസങ്ങളാണ് ഇവരുടെ ഒരു കാൽക്കുലേഷൻ വെച്ചിട്ടുണ്ടായിരുന്നത് അല്ലേ. വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കോൺട്രിബ്യൂഷൻ ഓഫ് ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ വാസ് സോളാർ കലണ്ടർ അല്ലേ, അല്ലെങ്കിൽ സൂര്യൻ്റെ ഗണത്തിനനുസരിച്ചുള്ള ഒരു കലണ്ടർ ഇവർ നിർമ്മിച്ചു അല്ലേ, സോളാർ കലണ്ടർ. അതുപോലെ നമ്മൾ ഇനി ലൂണാർ കലണ്ടർ വേറെ പഠിക്കുന്നുണ്ട് കേട്ടോ, അപ്പോൾ നിങ്ങളിത് കൺഫ്യൂസ്ഡ് ആവരുത്. സോളാർ കലണ്ടർ ഈജിപ്റ്റ്, സോളാർ കലണ്ടർ വിച്ച് കൺസിസ്റ്റ് ഓഫ് 365 ഡേയ്സ് ആൻഡ് 12 months അല്ലേ, likewise now itself 12 months and 30 days each. 30 days each. അതിൽ മാത്രമാണ് നമുക്കൊരു ഡിഫറൻറ്റ് ഉള്ളത് അല്ലേ. 365 ദിവസം, അതുപോലെ തന്നെ 12 മാസം 30 ദിവസം അല്ലേ. അതിന് ചില കാര്യങ്ങൾ ഡിഫറൻസ് ഉണ്ടെങ്കിൽ കൂടിയും ഏകദേശം സെയിം തന്നെയാണ് അല്ലേ. 30 ദിവസം എന്നുള്ളത് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ സോളാർ കലണ്ടറിൽ എന്താണ്ടായിരുന്നത്? 365 ഡേയ്സ്, 12 months ആൻഡ് 30 days ഈച്ച്. ഓരോ മാസത്തിനും 30 ദിവസമാണ് ഉണ്ടായിരുന്നത്. ദ റിമൈനിങ് 5 days were set aside for celebrations അല്ലേ. ബാക്കി വരുന്ന 5 days എന്തിനു വേണ്ടിയിട്ടായിരുന്നു അവർ ഉപയോഗിച്ചത്? സെലിബ്രേഷൻസിന് വേണ്ടി ഉപയോഗിച്ചു അല്ലേ. ബാക്കി വരുന്ന 5 ദിവസം ഒരു സെലിബ്രേഷൻ ആയിട്ടാണ് കണക്കാക്കിയത്. Their advancement in the field of mathematics is also significant അല്ലേ. ഗണിതശാസ്ത്രത്തിൽ ഈജിപ്തുകാർ നൽകിയ സംഭാവന അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. They could calculate the area of triangle അല്ലേ. ട്രയാങ്കിളിൻ്റെ ഏരിയ കണക്കാക്കിയത് ആരാണ്? ഈജിപ്തുകാരായിരുന്നു അല്ലേ. They calculate the area of triangle. Area of triangle അല്ലേ. ട്രയാങ്കിൾ അല്ലേ, ട്രയാങ്കിളിൻ്റെ ഏരിയ ഫസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത ആളുകൾ ആരായിരുന്നു? They calculate the area of triangle and they determine the area of triangle and rectangles. രണ്ടും അല്ലേ, triangle and rectangles. വൃത്തത്തിൻ്റെയും ചതുരത്തിൻ്റെയും കോണിൻ്റെയും ഒക്കെ ഏരിയ കണ്ടെത്തിയത്, അല്ലെങ്കിൽ അതിൽ ആദ്യമായിട്ട് മെഷർ ചെയ്ത ആരായിരുന്നു? ഈജിപ്ഷ്യൻസ് ആയിരുന്നു അല്ലേ. ചതുരത്തിൻ്റെയും അതുപോലെ തന്നെ ത്രികോണത്തിൻ്റെ എല്ലാം ഇതിൻ്റെ എല്ലാം ഏരിയ മെഷർ ചെയ്ത ആരായിരുന്നു? ഫസ്റ്റ് ഈജിപ്ഷ്യൻസ് ആണ്.